കടൽ മണൽ ഖനനത്തിൽ കടുത്ത ആശങ്കയിലാണ് കൊല്ലത്തെ മത്സ്യബന്ധന മേഖല. വൻതോതിലുള്ള മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുന്നതിനൊപ്പം കടലിന്റെ സ്വാഭാവികതയും ധാതു സമ്പത്തും നഷ്ടമാകും എന്ന് ശരിയാവണ്ണം മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുകയാണ്. കൊല്ലം തീരക്കടലിൽ മാത്രം 3 മണൽ ബ്ലോക്കുകളിൽ നിന്ന് ഖനനം ചെയ്യാനാണ് നീക്കം. കേരളത്തിൽ ചാവക്കാടും പൊന്നാനിയും പിന്നെ വർക്കല മുതൽ അമ്പലപ്പുഴ വരെ നീണ്ടുകിടക്കുന്ന 85 കിലോമീറ്റർ ദൈർഘ്യമുള്ള കൊല്ലം പരപ്പുമാണ് ഖനനത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ. ആദ്യഘട്ട ഖനനത്തിന് ലക്ഷ്യമിടുന്നതും കൊല്ലം പരപ്പ്. ഏകദേശം 300 ദശലക്ഷം ടൺ മണ്ണാണ് എടുത്തുമാറ്റുക. കടലിന്റെ അടിത്തട്ടിലെ ചെളി നീക്കം ചെയ്താണ് മണൽ ഖനനം ചെയ്യുന്നത്. ആവാസ വ്യവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ എക്കലും ചെളിയും ഉൾപ്പെടെ നീക്കം ചെയ്യുമ്പോൾ മത്സ്യപ്രജനനത്തിനുള്ള സാധ്യതയില്ലാതാവുമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. മണ്ണാണ് എടുക്കുന്നത് പറയുന്നെങ്കിൽ പോലും ഈ ഖനനം മൂലം ഇവിടെ ഈ കടൽ സമ്പത്തും കടലിന്റെ ആവാസ വ്യവസ്ഥകളെല്ലാം നശിപ്പിച്ചു കളയുന്ന വൻകിട ഖനനമാണ് നടത്താൻ പോകുന്നത്. ഈ ധാതുക്കളും കടൽപ്പുറ്റുകളും എല്ലാം ഇളക്കി മറിച്ചുകൊണ്ടുള്ള പൈലിങ്ങിലൂടെ മത്സ്യസമ്പത്ത് നശിപ്പിച്ചുകൊണ്ട് ഒരു പ്രദേശത്തെ ഒരു വിഭാഗം ആൾക്കാരെ മത്സ്യസമ്പത്തുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ ഈ പ്രദേശത്ത് നിന്ന് ഉന്മൂലനാശം ചെയ്യുന്ന അത്യന്തം വിനാശകരമായ ഈ പദ്ധതിയിൽ നിന്നും ഈ ഗവൺമെന്റ് പിന്തിരിയണമെന്നാണ് ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. വിഷയത്തിൽ മത്സ്യത്തൊഴിലാളി സംഘടനകൾ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. ഗുജറാത്തും ആൻഡമാൻ നിക്കോബാറും ഉൾപ്പെടെ 15-ലധികം പ്രദേശങ്ങളിലാണ് ഖനനത്തിനായി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഫെബ്രുവരി പകുതിയോടെ നടപടികൾ പൂർത്തിയാക്കി ഖനനം ആരംഭിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. 24 കൊല്ലം.